ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ദേവീ മഹാത്മ്യത്തിലെ വളരെ രസകരമായ ഒരു കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് രക്തബീജ വധം. വളരെ മനോഹരമായ ഒരു കഥയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി, ക്ഷമയോടുകൂടി ഇരുന്ന് അവസാനം വരെ കേൾക്കണം. നമുക്ക് കഥാഭാഗത്തിലേക്ക് കടക്കാം. അങ്ങനെ രക്തബീജൻ ഭഗവതിയോട് യുദ്ധം ചെയ്യാനായിട്ട് വരികയാണ്. രക്തബീജൻ യുദ്ധം ചെയ്യാൻ എന്തിനാണ് വന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ പറഞ്ഞിരുന്നു. കേൾക്കാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ആ അധ്യായം ഒന്ന് കേൾക്കണം. ഈ രക്തബീജൻ എന്ന് പറയുന്ന ആ അസുരൻ ഒരു പ്രത്യേക ശക്തിയുള്ള ഒരു അസുരനാണ്. അതായത് അവൻ്റെ ഓരോ തുള്ളി രക്തവും നിലത്തു വീഴുമ്പോൾ അവനെപ്പോലെ വീരപരാക്രമികളായ അസുരന്മാർ അതിൽ നിന്നും വീണ്ടും വീണ്ടും ഉണ്ടാകും എന്നൊരു വരം അവൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അപൂർവമായ ശക്തിവിശേഷമുള്ള ഒരു അസുരനാണ് രക്തബീജൻ. ആ അസുരൻ ഗദയുമൊക്കെ ധരിച്ചുകൊണ്ട് വന്ന് ആദ്യം ഇന്ദ്രൻ്റെ ഭാര്യയോടാണ്, അതായത് ഇന്ദ്രശക്തി ഇന്ദ്രാണിയോടാണ് യുദ്ധം ചെയ്തത്. ഇന്ദ്രൻ്റെ ശക്തിയായ, ഇന്ദ്രൻ്റെ പത്നിയായ ഇന്ദ്രാണിയുടെ മറ്റൊരു പേരാണ് ഐന്ദ്രി. അങ്ങനെ ഐന്ദ്രിയോട് ആദ്യം തന്നെ ഈ അസുരൻ യുദ്ധം ചെയ്തു. ഇന്ദ്രാണി വജ്രായുധം കൊണ്ട് അവനെ അടിച്ചപ്പോൾ അവൻ്റെ ദേഹത്തു നിന്നും ധാരാളം രക്തം പ്രവഹിച്ചു. ആ രക്തസ്രാവത്താൽ നിന്നും പരാക്രമികളായ അനേകം രക്തബീജന്മാർ വീണ്ടും ഉണ്ടാവുകയാണ്. ആ അസുരന്മാരെല്ലാവരും കൂടി ചേർന്ന് സപ്തമാതാക്കളോട് അതിഭയങ്കരമായ രീതിയിൽ യുദ്ധം ചെയ്യുകയാണ്. വജ്രാഘാതം കൊണ്ട് അവൻ്റെ ശിരസ് മുറിഞ്ഞപ്പോൾ ആ ശിരസിൽ നിന്നും ധാരാളം രക്തം പുറത്തേക്ക് വന്നു. ആ രക്തത്തിൽ നിന്നും ധാരാളം അസുരന്മാർ ഉണ്ടാവുകയും അവരെല്ലാവരും വീണ്ടും വീണ്ടും യുദ്ധം ചെയ്യുകയും ചെയ്തു. വൈഷ്ണവി ചക്രം കൊണ്ടും, ഐന്ദ്രി ഗദ കൊണ്ടും, കൗമാരി ശക്തി കൊണ്ടും, വരാഹി വാളുകൊണ്ടും, മഹേശ്വരി ത്രിശൂലം കൊണ്ടും ഇങ്ങനെ എല്ലാവരും ഒന്നിച്ചു നേരിടുകയാണ് ഈ അസുരന്മാരെ. രക്തബീജൻ വളരെയധികം കോപത്തോടുകൂടി ഒറ്റയ്ക്ക് എല്ലാവരോടും എതിരിട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ അസുരൻ്റെ ദേഹത്തിൽ നിന്ന് ധാരാളം രക്തം പ്രവഹിക്കുവാൻ തുടങ്ങി. ആ രക്തത്തിൽ നിന്നൊക്കെ ആയിരക്കണക്കിന് രക്തബീജന്മാരാണ് വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത്. അങ്ങനെ ഈ അസുരന്മാരെ, ഈ രക്തബീജന്മാരെ കൊണ്ട് ആ യുദ്ധഭൂമി മുഴുവനും നിറഞ്ഞു. അസുരന്മാരുടെ വളർച്ച കണ്ട് ദേവന്മാർ ഭയപ്പെട്ടു. മാതാക്കൾക്ക് അവരെ ഒന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല. എന്നാൽ അസുരന്മാർ ക്രമേണ വർദ്ധിച്ചും വരുന്നു. ഇത് കണ്ട് വളരെയധികം ഭീതിയോടുകൂടി ദേവന്മാർ ചണ്ഡികയുടെ അടുത്ത് എത്തിച്ചേർന്നു. ദേവന്മാരുടെ പരിഭ്രമം കണ്ട് ചണ്ഡിക കാളിയോട് ഇങ്ങനെ പറഞ്ഞു: അല്ലയോ ചാമുണ്ടേ, നീ നിന്റെ വായ പിളർന്ന് യുദ്ധക്കളത്തിൽ സഞ്ചരിക്കുക. എൻ്റെ ശസ്ത്രം കൊണ്ട് വീഴുന്ന രക്തബീജൻ്റെ രക്തം മുഴുവനും ആ വായിൽ സ്വീകരിക്കുക. അതിൽ നിന്നുണ്ടാകുന്ന അസുരന്മാരെ എല്ലാവരെയും നീ ഭക്ഷിക്കുക. അങ്ങനെ രക്തമെല്ലാം വാർന്നുപോയ അവൻ സഹായികളില്ലാതെ നശിച്ചോളും. രക്തത്തെയും രക്തത്തിൽ നിന്നുണ്ടാകുന്ന അസുരന്മാരെയും ഭക്ഷണമാക്കി തീർക്കുവാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ അംബിക കാളിയോട് പറഞ്ഞു. ചണ്ഡികയുടെ വാക്ക് കേട്ട ഉടനെ തന്നെ കാളി അത് സമ്മതിക്കുകയും
യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. ചണ്ഡിക തൻ്റെ ശൂലം കൊണ്ട് രക്തബീജനോട് എതിരിടുന്നു. രക്തബീജൻ തൻ്റെ ഗദ കൊണ്ട് ഭഗവതിയെ കഠിനമായി പ്രഹരിച്ചു എങ്കിലും അതുകൊണ്ട് ദേവിക്ക് അല്പം പോലും വേദന തോന്നിയില്ല. മാത്രമല്ല, ഗദ പൊട്ടിപ്പോവുകയും ചെയ്തു. അവൻ്റെ ദേഹത്തു നിന്നും വീഴുന്ന രക്തത്തെ പാനം ചെയ്യുകയും അതിൽ നിന്നുണ്ടാകുന്ന അസുരന്മാരെ ഭക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ചാമുണ്ട യുദ്ധക്കളത്തിൽ സഞ്ചരിച്ചു. രക്തമെല്ലാം വാർന്നുപോയ അസുരനെ ഭഗവതി ശൂലം, വജ്രം, വാൾ മുതലായ ആയുധങ്ങളെ കൊണ്ട് കീഴ്പ്പെടുത്തി. അങ്ങനെ അജയ്യനായ രക്തബീജൻ അവസാനം യുദ്ധക്കളത്തിൽ മരിച്ചു വീണു. ദേവന്മാരെല്ലാവരും സന്തോഷിച്ചു. സപ്തമാതാക്കൾ സന്തോഷം കൊണ്ട് യുദ്ധഭൂമിയിൽ നൃത്തം ചെയ്തു. അങ്ങനെ പരാശക്തിയായ അംബിക രക്തബീജനെ വധിച്ചു. രക്തബീജൻ്റെ കഥ ഒരു പ്രതീകമായി എടുക്കാവുന്നതാണ്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കാമത്തെയാണ് രക്തബീജനായി ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത്. ഒരു കാമത്തിൽ നിന്ന് അനേകം കാമങ്ങൾ ഉണ്ടാകുന്നതിനെ പറ്റിയിട്ടാണ് രക്തബീജൻ്റെ രക്തത്തിൽ നിന്ന് അനേകം അസുരന്മാരുണ്ടാകുന്നതായി സങ്കല്പിച്ചിരിക്കുന്നത്. കാമങ്ങളെല്ലാം നശിച്ച് ശാന്തി നേടണമെങ്കിൽ സങ്കല്പാവസ്ഥയിൽ തന്നെ ദേവിയുടെ സഹായം കൊണ്ട് കാമങ്ങളെ നശിപ്പിക്കണം, കാമബോധത്തെ നശിപ്പിക്കണം. എന്നാൽ പിന്നെ കാമങ്ങൾ വീണ്ടും ഉണ്ടാവുകയില്ല. ഭഗവത്ഗീതയിൽ കാമത്തെപ്പറ്റിയാണല്ലോ മനുഷ്യൻ്റെ ഒന്നാമത്തെ ശത്രുവായി സർവേശ്വരൻ പറഞ്ഞിട്ടുള്ളത്. സങ്കല്പനാശത്തിന് ഭഗവതിയെ ശരണം പ്രാപിക്കുക. രക്തബീജൻ്റെ വധത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ള പാഠം ഇതാണ്. ഇങ്ങനെ മഹർഷി സുമേധസ് എന്ന മഹർഷി സുരഥനോടും സമാധിയോടും പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ടപ്പോൾ സമാധിയും സുരഥനും മഹർഷിയോട് പറയുകയാണ്, അല്ലയോ മഹർഷി, രക്തബീജൻ്റെ വധത്തെപ്പറ്റി അത്ഭുതകരമായ ഒരു കഥയാണ് അങ്ങ് പറഞ്ഞത്. ദേവിയുടെ മഹാത്മ്യത്തെപ്പറ്റി വീണ്ടും വീണ്ടും കേൾക്കുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അങ്ങ് പറഞ്ഞാലും രക്തബീജൻ്റെ വധത്തിനു ശേഷം ശുംഭനും നിശുംഭനും പിന്നെ എന്താണ് ചെയ്തത് എന്ന് അങ്ങ് വിസ്തരിച്ചു തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും ഞങ്ങൾക്ക് കേൾക്കുവാൻ വളരെയധികം ആഗ്രഹമുണ്ട്. അങ്ങനെ അവരുടെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് മഹർഷി വീണ്ടും കഥ പറയുകയാണ്. എന്താണ് പറയുന്നത്? രക്തബീജനും മറ്റു സേനാ നായകന്മാരെ പോലെ മരിച്ചു വീണത് അറിഞ്ഞ് ശുംഭനും നിശുംഭനും കോപം സഹിക്കുവാൻ സാധിച്ചില്ല. തങ്ങൾ ഐക്യുന്ന പരാക്രമശാലികളായ അസുരന്മാരെ എല്ലാവരെയും തന്നെ ദേവി അനായാസേന നിഗ്രഹിക്കുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ അവർക്ക് വളരെയധികം അത്ഭുതമാണ് ഉണ്ടായത്. ഇനി മറ്റാരെയും ഐക്കുന്നത് ശരിയല്ല, താൻ തന്നെ യുദ്ധത്തിന് പുറപ്പെടുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് തീർച്ചപ്പെടുത്തുകയാണ് ആര്? നിശുംഭൻ. അങ്ങനെ ധാരാളം സൈന്യങ്ങളോടുകൂടി നിശുംഭൻ തന്നെ ദേവിയോട് യുദ്ധം ചെയ്യാനായി എത്തിച്ചേർന്നു. ഒരു സ്ത്രീയിൽ നിന്നുമുണ്ടായ ഈ പരാജയത്തെ ഒരു വലിയ അപമാനമായിട്ടാണ് അയാൾ വിചാരിച്ചത്. അസുര സൈന്യത്തിനും വളരെയധികം വീറും വാശിയും ഉണ്ടായി. വേഗത്തിൽ തന്നെ ദേവിയുടെ കഥ കഴിക്കാമെന്ന് വിചാരിച്ച് അവരെല്ലാവരും കൂടിച്ചേർന്ന് ദേവിയുടെ മുമ്പിൽ എത്തിച്ചേർന്നു. സഹോദരൻ്റെ സന്നാഹം കണ്ട് ശുംഭനും തൻ്റെ പ്രബലമായ സൈന്യത്തോടു കൂടി ചണ്ഡികയെയും സപ്തമാതാക്കളെയും വധിക്കുവാനായി അവിടെ ഓടിയെത്തിച്ചേരുന്നു. പിന്നെ അവിടെ അതിഭയങ്കരമായ യുദ്ധം തന്നെയാണ് നടന്നത്. ശരവർഷം കൊണ്ട് ഭൂമിയും ആകാശവും മൂടിക്കഴിഞ്ഞു. ദേവിയാകട്ടെ ശുംഭനിശുംഭന്മാരയക്കുന്ന ആയുധങ്ങളെല്ലാം അനായാസേന മുറിച്ചു തള്ളി. അവരുടെ ശരീരം മുഴുവനും ദേവിയുടെ ശരങ്ങളെ കൊണ്ട്
മുറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ക്രോധത്തോടുകൂടി നിശുംഭൻ തൻ്റെ വാളും എടുത്തുകൊണ്ട് ഭഗവതിയെ വധിക്കുവാനായി മുമ്പോട്ട് അടുക്കുന്നു. നല്ല മൂർച്ചയുള്ള വാളും പരിചയവും എടുത്ത് ദേവിയുടെ വാഹനമായ സിംഹത്തിൻ്റെ ശിരസിൽ ശക്തിയോടുകൂടി നിശുംഭൻ വെട്ടുകയാണ്. തൻ്റെ വാഹനത്തെ ഉപദ്രവിക്കുന്നത് കണ്ടാൽ ഭഗവതി സഹിക്കുമോ? ദേവിയുടെ ദേഷ്യം വർദ്ധിച്ചു. ആ വാളും പരിചയവുമെല്ലാം 100 കഷ്ണങ്ങളാക്കി അംബിക മുറിച്ചു കളഞ്ഞു. പിന്നെ നിശുംഭൻ വേല്, ചക്രം, ശൂലം, ഗദ, വെൺമഴു മുതലായ ആയുധങ്ങൾ കൊണ്ട് ഭഗവതിയെ ആക്രമിച്ചു. ഓരോന്നിനെയും ദേവി തൻ്റെ ആയുധങ്ങളെ കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു. കുറച്ചു നേരത്തെ യുദ്ധത്തിനു ശേഷം ഭഗവതി ബാണവർഷങ്ങളെ കൊണ്ട് നിശുംഭനെ നിലത്ത് വീഴ്ത്തിക്കളഞ്ഞു. സഹോദരൻ യുദ്ധഭൂമിയിൽ വീണതു കണ്ടപ്പോൾ ശുംഭൻ തേരിൽ കയറി 8 കൈകളിലും അതിശക്തങ്ങളായ ആയുധങ്ങളുമേന്തി മായാശക്തി കൊണ്ട് ആകാശം മുഴുവനും വ്യാപിക്കുന്ന ഭയങ്കര രൂപം ധരിച്ച് അതീവ ക്രുദ്ധനായി ദേവിയോട് യുദ്ധം ചെയ്യുന്നതിനായി അംബികയുടെ മുമ്പിലേക്ക് എത്തിച്ചേർന്നു. ശുംഭൻ നയിക്കുന്ന ശത്രു സൈന്യത്തെ മുന്നിൽ കണ്ട് ദേവി തൻ്റെ ശംഖെടുത്ത് ഉറക്കെ വിളിച്ചു. 8 ദിക്കിലും മുഴങ്ങുമാറ് ഞാണൊലി ദേവി പുറപ്പെടുവിച്ചു. സിംഹവും ഭയങ്കരമായി ഗർജിച്ചു. കാളി നൃത്തം വെച്ചു. ആകാശത്തിലും ഭൂമിയിലും കാളി കൈകൾ കൊണ്ട് അടിച്ച് ശബ്ദമുണ്ടാക്കി. അഭൂതപൂർവവും അതിഭയങ്കരവുമായ ആ ശബ്ദങ്ങളുടെ മുഴക്കം കൊണ്ട് അസുര സൈന്യങ്ങൾ ഭയപ്പെട്ടു. അവർ 4 പാടും ഓടുവാൻ തുടങ്ങി. അതുകൊണ്ട് ശുംഭൻ അവരെ സമാധാനിപ്പിച്ച് യുദ്ധം ചെയ്യുന്നതിനായി ദേവിക്ക് അഭിമുഖമായി ചെന്നു നിന്നു. എടാ ദുഷ്ട, നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയും യുദ്ധസന്നദ്ധയായി അവിടേക്ക് എത്തിച്ചേർന്നു. ശുംഭവധം അടുത്തു എന്ന് കണ്ട് ദേവന്മാർ വളരെയധികം സന്തോഷിച്ചു. അവർ ആകാശത്തിൽ നിന്ന് ജയാരവം മുഴക്കി. ശുംഭനയച്ച ആയുധങ്ങളെ എല്ലാം തന്നെ അംബിക നശിപ്പിച്ചു. അതിനുശേഷം ശുംഭനും ദേവിയും തമ്മിൽ കുറച്ചു സമയം യുദ്ധം ചെയ്തു. പിന്നെ ക്രുദ്ധയായ ദേവിയുടെ ശൂലപ്രയോഗം സഹിക്കുവാൻ സാധിക്കാതെ ശുംഭൻ മൊഹാലസ്യപ്പെട്ട് നിലത്തു വീണു. അപ്പോഴേക്കും നിശുംഭൻ്റെ മൊഹാലസ്യമെല്ലാം മാറി നിശുംഭൻ എഴുന്നേറ്റു. തൻ്റെ സഹോദരൻ മൊഹാലസ്യപ്പെട്ട് വീണ് കിടക്കുന്നത് കണ്ട് നിശുംഭൻ ഭഗവതിയെയും സിംഹത്തെയും ആക്രമിക്കുവാൻ തുടങ്ങി. മായാശക്തി കൊണ്ട് 10,000 കൈകളുള്ള രൂപം ധരിച്ചുകൊണ്ടാണ് നിശുംഭൻ യുദ്ധം ചെയ്യാനായി വന്നത്. പക്ഷേ ദേവി അവനയിക്കുന്ന ചക്രങ്ങളെയും മറ്റു ആയുധങ്ങളെയും നശിപ്പിച്ച് അവനെ തൻ്റെ ശൂലം കൊണ്ട് മാറിടത്തിൽ കുത്തി വീഴ്ത്തി. മരിക്കുവാൻ പോകുന്ന അവൻ്റെ പിളർന്ന മാറിടത്തിൽ നിന്ന് മറ്റൊരസുരൻ ജനിച്ചു. നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ അസുരൻ ദേവിയോട് എതിരിട്ടു. ഭഗവതി ചിരിച്ചുകൊണ്ട് തന്നെ തൻ്റെ വാളുകൊണ്ട് അവൻ്റെ ശിരസ് വെട്ടി താഴെയിട്ടു. മറ്റുള്ള അസുര സൈന്യങ്ങളെ മുഴുവനും സപ്തമാതാക്കളായ കൗമാരി, ബ്രഹ്മാണി, മഹേശ്വരി, വാരാഹി, വൈഷ്ണവി, ഇന്ദ്രാണി, ചാമുണ്ട എന്നിവർ വളരെ എളുപ്പത്തിൽ തന്നെ നശിപ്പിച്ചു കളഞ്ഞു. കാളിക്കും സിംഹത്തിനുമെല്ലാം അന്ന് സുഭിക്ഷമായ ഭക്ഷണവും കിട്ടി. അങ്ങനെ നിശുംഭവധം എന്ന ദേവിയുടെ മറ്റൊരു കഥ പറഞ്ഞ് അന്നത്തെ ദിവസം മഹർഷി അവിടെ അവസാനിപ്പിച്ചു. പിറ്റേ ദിവസം മഹർഷി വീണ്ടും ഭഗവതിയുടെ മറ്റൊരു അത്ഭുത ലീലയായ ശുംഭവധം പറഞ്ഞു കേൾപ്പിച്ചു. ഹരേ കൃഷ്ണ.
നമുക്ക് ശുംഭവധം അടുത്ത ദിവസം പറയാം. നിങ്ങളെല്ലാവരും ആ ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കണം. ക്ഷമയോടുകൂടി ആ ഭാഗം കേൾക്കണം. അംബികയുടെ മറ്റൊരു അത്ഭുത ലീലയാണ് ശുംഭവധത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സപ്തമാതാക്കളുടെ യുദ്ധം നമ്മളെപ്പോഴും പറയും ലളിതാ പരമേശ്വരിയുടെ, ലളിതാ ത്രിപുരസുന്ദരിയുടെ സർവസൈന്യാധിപയാണ് വരാഹി എന്ന്. ഈ സപ്തമാതാക്കൾ എല്ലാവരും തന്നെ അംബികയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാനായി അവതരിച്ചവരാണ്. അവരുടെ യുദ്ധം നിങ്ങൾക്കിന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, നാമം ജപിക്കണം. എല്ലാവരെയും ഭഗവതി അനുഗ്രഹിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.